ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്പാട്ട് വീട്ടിൽ വിഷു ആഘോഷങ്ങളെല്ലാം കെങ്കെങ്ങമായി നടന്നിരിക്കുകയാണ്. നിമോള് കൂടി വന്നതോടെ അർച്ചനയ്ക്കും കുടുംബത്തിനും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. എന്നാൽ രുക്കുവിന് മാത്രം ഇതൊന്നും അത്ര സഹിക്കുന്നില്ല. ഇന്ദ്ര വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് രുക്കുവിന് ചന്ദ്രകാന്തത്തിലേക്ക് പോകണമെന്നായിരുന്നു. എന്നാൽ അച്ചു അത് സമ്മതിക്കാതെ വരുമ്പോൾ രുക്കുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വിഷു തലേന്ന് അർച്ചനയെ കൊല്ലാൻ വരെ രുക്കു തീരുമാനിക്കുകയാണ്. എന്നാൽ രുക്കുവിന്റെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോവുകയാണ്. വിഷുവും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞ് അച്ചു അങ്ങനെ ഡ്യൂട്ടിക്ക് പോവുകയാണ്. അർച്ചനയെ തട്ടിക്കൊണ്ടുപോയ പ്രതിയെ കണ്ടുപിടിക്കാൻ തന്നെയാണ് അച്ചുവിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ അച്ചു ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നതും ആ കേസിനാണ്. അതുകൊണ്ട് തന്നെ ആ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ യഥാർത്ഥ പ്രതിയെ അച്ചു കണ്ടെത്തുകയാണോ. വിജയ് ശങ്കറിന് അർച്ചനയെ കുടുക്കാനുള്ള വഴികളെല്ലാം പറഞ്ഞു കൊടുത്തത് രവികുമാറാണ്. അതുകൊണ്ട് തന്നെ ആദ്യം കുടുങ്ങാൻ പോകുന്നത് രവികുമാർ വക്കീലാണ്. അച്ചു അങ്ങനെ വിജയ് ശങ്കറും ജഗദീഷ് വക്കീലും രവികുമാറും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവരോടായി പറയുന്നുണ്ട്, ഇലക്ഷൻ അട്ടിമറിക്കാനായി കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തരുത്. ആരാണെന്നും എന്തിനാണെന്നും വ്യക്തമായ തെളിവോടുകൂടിയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനു പിന്നിലുള്ള ആ പ്രതി ഞങ്ങളുടെ വരണമെന്ന് അച്ചു അങ്ങനെ പറയുകയാണ്. വിജയ് ശങ്കറും കൂട്ടരുമാണെങ്കിൽ ഇത് കേട്ട് ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. രവികുമാർ എന്തായാലും കുടുങ്ങുന്നതോടെ ഇതെല്ലാം ചെയ്തത് വിജയ് ശങ്കറിന് വേണ്ടിയാണെന്ന് തെളിയാൻ പോവുകയാണ്. അങ്ങനെ വിജയ് ശങ്കറും പ്രതിക്കൂട്ടിലാവാൻ പോവുകയാണ്. ശത്രുക്കൾക്ക് ഓരോരുത്തർക്കായി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അമ്പാട്ട് വീട്ടിൽ അർച്ചനയും ചിന്നും രുക്കും മഞ്ജുവും മുകുന്ദനും ഇവരെല്ലാവരും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മുഖ്യ വിഷയം ബാർ അസോസിയേഷനിലെ ഇലക്ഷൻ തന്നെയാണ്. രുക്കു ആണെങ്കിൽ വിജയ് ശങ്കറിന്റെ പേരും പറഞ്ഞ് ചിന്നുവിനെ ആകെ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട്. നിന്റെ അമ്മയാണോ അതോ നിന്റെ അച്ഛനാണോ ഈ ഇലക്ഷനിൽ ജയിക്കേണ്ടതെന്ന് ചിന്നുവിനോട് അങ്ങനെ ചോദിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ തിരിച്ച് നല്ല വ്യക്തമായി തന്നെ രുക്കുവിനോടും മറ്റെല്ലാവർക്കുമായി മറുപടി കൊടുക്കുന്നുണ്ട്. ഈ ഇലക്ഷനിൽ എന്തായാലും എൻ്റെ അമ്മ ജയിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ, എൻ്റെ അമ്മയാണ് ശരി, അതെനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് ചിന്നു അങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് രുക്കു ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.